അമ്പലത്തിന്റെ അടുത്തുള്ള വീട് എന്നല്ലേ പറഞ്ഞത്? അമ്പലത്. അപ്പൊ ഇത് തന്നെയായിരിക്കും വീട്. വീതി നടക്കാം. ഒറ്റ തട്ടായും പറഞ്ഞ? ഒറ്റത്തട്ടാ പറഞ്ഞേ. 15 സെന്റ് സ്ഥലം എന്തോ പറഞ്ഞില്ലേ? വേഗം നടക്കി. ചളിക്കൊണ്ടൊക്കെയാണ് ഇത് ശരിയാകും അമ്പക്ക്? അത് ഇവിടെ ഇത്തിരി വെള്ളല്ലേ അമ്മേ, അപ്പുറത്തേക്ക് ചളിക്കൊണ്ടൊന്നും അയക്കില്ല. നോക്കാം, വേഗം നടന്നൂട്. വില കുറച്ച് കിട്ടുകയാണെ മാത്രം മതിയേ, വില വേണ്ട. നോക്കാം, നമുക്ക് പറഞ്ഞു നോക്കാം. കാഴ്ചക്കൊന്നും കുഴപ്പമില്ല, കാണാനൊക്കെ നല്ലല്ലേ, വലിയ പഴക്കമൊന്നും തോന്നില്ല. ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. വേറെ എന്തായാലും വില കുറച്ചിട്ട് നമുക്ക് വില കുറച്ച് പേശ. 2 കാറ് പാർക്ക് ചെയ്തേക്കേ. കാർ ഓടിക്കുന്ന പെണ്ണുങ്ങളാന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. ചിലപ്പോൾ അത് ആരതോ കാർ എങ്ങനെ പാർക്ക് ചെയ്തേക്കും. വരി നിങ്ങൾ വില മുറ്റത്തുണ്ടോ? അത് പറയാൻ പറ്റില്ലല്ലോ, വിരുന്നാരും ആരെയും വന്നിണ്ടാവും. ചോദിച്ചു നോക്കാം അല്ലേ, ആരെയും കാണില്ല. അല്ലെങ്കിൽ ബെല്ലടിച്ചു നോക്ക്. ബെല്ലടിച്ച് നോക്കട്ടെ. ആരേനു മനസ്സിലായില്ല? ഞങ്ങൾ ബ്രോക്കർ ദിവാരേട്ടൻ പറഞ്ഞിട്ട് വന്നായിരുന്നു. നിങ്ങളെ ഈ പറമ്പും വീടും വിൽക്കാൻ വെച്ച. ദിവാരം പറഞ്ഞിട്ട് വന്നാണല്ലേ. എന്നാൽ നിങ്ങൾ അകത്തേക്ക് കയറി വീടൊക്കെ കണ്ടോളി, ചുറ്റുപാട് കാണണമെങ്കിൽ അതും കണ്ടോളി. ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ ആദ്യം ഒന്ന് പുറത്ത് കാണല്ലേ, ചുറ്റുപാടും നോക്കിയിട്ടാകും കാണാം. ഞങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ട് വന്നോളൂ. അമ്മ ഇവിടെ കുറ്റിയൊക്കെ അടിച്ചിട്ട് കാണുന്നുണ്ട്. ഇത് എന്താണേക്കൂ? കുളിമുറിക്കായിരിക്കും, കിണറിന്റെ അടുത്ത് തന്നെയല്ലേ. പിന്നെ കിണറിന്റെ അടുത്താണല്ലോ കുളിമുറി വെക്കുക. മണ്ടത്തരം വിളിച്ചറിയില്ല അമ്മേ. കിണർ നോക്കട്ടെ. ഇതെന്ത് വെള്ളാത്? നന്നില്ലല്ലേ, കലക്ക് വെള്ളം. അതുമല്ല ഒരു വൃത്തിയില്ലാത്ത സ്ഥലം. അത് സാരല്ല, വില കുറച്ച് കിട്ടുകയാണ് ഇത് തന്നെ മതി. വില കുറച്ച് കിട്ടുക ഇച്ചിരി വൃത്തിയില്ലാത്ത സ്ഥലം വാങ്ങാം. നമുക്ക് എന്ന് കൂടാ കുട്ടിയോ? പിന്നെ മറിച്ച് വിൽക്കാൻ അത് ഇപ്പോൾ വാങ്ങുന്ന നിങ്ങളും കൂടി വരീന്നേ. നിങ്ങൾ കൂട്ടിയായിപ്പോയല്ലേ വന്ന്. അല്ല, വില പെണ്ണുങ്ങൾ തന്നെയല്ലേ, ലാഭം ഉണ്ടെങ്കിലോ? ലാഭമല്ല ഇവിടെ, എനിക്ക് തോന്നില്ല. അതുമല്ല, നിങ്ങൾ നോക്ക്, ഇവിടെയൊക്കെ കുറ്റി. ഇതെന്താ ഇവിടെ ഒരു കുറ്റി അടിക്കേണ്ട ആവശ്യമോ? ഇതിലെന്തോ ഒരു ഇതുണ്ട്. നമുക്ക് എന്തായാലും ഒരിടത്ത് പോയി ചോദിക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. വരി. തോനെ തേങ്ങയൊക്കെ ഉണ്ട് ഇവിടെ, അപ്പറൊക്കെ അതാ കാണുന്ന. ഒരു തേങ്ങയും വാങ്ങി നിങ്ങൾ ഇങ്ങോട്ട് വിരിയുന്നേ. നിങ്ങളെയും കൂട്ടി ആരെങ്കിലും ഒരു വീട് നോക്കാൻ വരുമോ? തേങ്ങ കണ്ട കൂടി വാടുന്നു കാണ്ട വെറുതെ ഉണ്ടല്ലാടുന്നു. ചോദിക്ക്. അല്ല, 12 സെന്റ് ഉണ്ട്. മറ്റേതെന്താ നാട് മുഴുവൻ നിങ്ങൾ കുറ്റി അടിച്ചിട്ട്? അവിടെ ഇവിടെയൊക്കെ കുറ്റി കാണുന്നുണ്ടല്ലോ. എന്താ വീടിന്റെ മുറ്റത്ത് തന്നെ കുറ്റി? ഇതെന്താണെന്നറിയോ, ഇതൊക്കെ ഞങ്ങളതായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പം കുറച്ച് ഞങ്ങൾ വിറ്റ്. ഇപ്പം ഞങ്ങൾക്ക് ആ ഫസ്റ്റിലത്തെ കുറ്റി വരെയാണ് സ്ഥലമുള്ളത്. ഇപ്പൊ ഫസ്റ്റിലത്തെ കുറ്റി വരെയുള്ളൂ. ഇതായി നിങ്ങൾ 12 സെന്റ് എന്ന് പറഞ്ഞ കുട്ടി കൊണ്ടുവന്ന്. ഇത് മുറ്റം കൂടി ഇല്ലല്ലോ. അതിനൊന്ന് തുപ്പാൻ പോലും സ്ഥലമില്ല. ഇതാണ് നിങ്ങൾ പറഞ്ഞ സെന്റ്? ദിവാരേട്ടൻ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ടാ. ദിവാരേട്ടൻ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയുകയും ചെയ്യും, ആളെ വെറുതെ സമയം മെനക്കെടുത്താനായിട്ട്. ഇവിടെ കുറവാണ്, ബേക്കോട്ടാണ് ഞങ്ങൾക്ക് സ്ഥലമുള്ളത്. 12 സെന്റ് ഉള്ളത്. അമ്മേ, ബേക്കോട്ടുള്ള 12 സെന്റ് സ്ഥലമില്ലേ, അതിലും നമുക്ക് വീടെടുക്കാം. ഇതിലൊക്കെ നിന്നും കൊണ്ടോ? തൽക്കാലത്തേക്ക് ഇതിൽ നിന്നും കൊണ്ട് എടുക്കാം. ഉള്ളൊക്കെ നോക്കാം. ഉള്ളൊന്ന് പോയി നോക്കാം അല്ലേ ചേച്ചി? ഞങ്ങൾ ഉള്ളൊന്ന് പോയി കയറി കാണട്ടെ. ദമയന്തിയേ, ഇങ്ങോട്ട് വാ. എന്തേ? ഞാൻ അമ്പലത്തിൽ പോകാണ്. വീട് നോക്കാൻ വന്നോലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെയിലാക്കി. അതൊക്കെ ഞാൻ പറഞ്ഞെടുത്തോളൂ ചേച്ചി, ഞങ്ങൾ പോയിക്കോളി. ഞാനിപ്പം പോയാൽ ഇരുട്ടാകും വരാൻ കേട്ടോ. എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നാലും ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. സൗകര്യക്കുറവുണ്ടല്ലേ നല്ലോണം? 2 മുറിയാന്ന് തോന്നുന്നല്ലേ. മുറി ഒന്നും തുറക്കണ്ട, വേല തുറക്കണ്ട. ഇത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അടുക്കള അപ്പറ. ഇത് സ്റ്റോറൂമാണോ? ഒരു മുറി തന്നെയാന്ന് തോന്നുന്നു. അത് മുറിയാ. സൗകര്യം തീരെ ഇല്ല. ഇത് നോക്ക്, അടുക്കള എന്ത് ചെറുതാലേ. അയാൾ ഇതൊന്നല്ലേ നമ്മളോട് പറഞ്ഞു, എത്രയോ സെന്റ് സ്ഥലമുണ്ട്, നല്ല സൗകര്യമുള്ള വീടാണ്. അയാൾക്ക് കമ്മീഷൻ കിട്ടാൻ അയാൾ അത് അതിൻ്റെ അപ്പുറം പറയും. അത് തന്നെ എന്തൊരു സാധന. അയ്മ എവിടെ? അയ്മനോട് ചോദിക്കട്ടെ. കൊലായിലുണ്ടാവും, പോയി നോക്ക്. നിങ്ങൾ വീടൊക്കെ കണ്ടോ? ഞങ്ങൾ കണ്ട്. പക്ഷേ ദിവാരേട്ടൻ എന്തോന്നല്ല അതിന് പറഞ്ഞത്. 12 സെന്റ് സ്ഥലമുണ്ട്, വലിയ വീടാ, എല്ലാ സൗകര്യം ഉണ്ട് എന്നൊക്കെയാണ്. ഇതിപ്പോ ഇവിടെ എന്തൊക്കെ ഉള്ളത്? ഒരു കഷ്ണം അടുക്കളി, മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര മുന്നിൽ തന്നെ ഇതും കുത്തി വെച്ചിരിക്കുന്നത്. ഇതെന്താ അത് ഇങ്ങനെ നല്ലല്ലേ ഞങ്ങളടുത്ത് പറഞ്ഞത്? അയ്യോ, ഇത് അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നുകയാണ്. അങ്ങനത്തെ ചെറിയ വീടൊന്നും അല്ലല്ലോ. ചെറിയ വീടൊന്നും അല്ലാന്നോ? പിന്നെ അതെന്താ ബംഗ്ലാവോ? ഞങ്ങൾ കണ്ണിന് കാഴ്ച കുറവൊന്നുമില്ല. അതന്നെ, കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് കിട്ടിയാൽ മതിന്നല്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്കിത് വാങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. അയ്യോ, മുന്നിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലക്കുറവേ ഉള്ളൂ. വയ്യോട് ഞങ്ങൾക്ക് എത്രയോ സ്ഥലമുണ്ട്.
നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലായി. ഞങ്ങൾക്ക് എന്തായാലും താല്പര്യമല്ല. ഇതെൻ്റെ അടുത്ത് ഒരു ചെറിയ വീട്. ഒരു ചൊട്ടിയ വീട്, എന്നിട്ട് നാട്ടിലടിയില്ലാത്തൊരു വിലയും. അമ്മ അങ്ങോട്ട് വരി. അങ്ങനെ ആട്ടെ. കൊമ്പത്ത് വന്ന ആൾക്കാരാണ് വിചാരം. ഒരു ചെറിയ പൈസക്ക് കൊട്ടാരം കിട്ടണം പോലെ.